പ്രിയനെയും വേദുവിനെയും കൊണ്ടുപോകാൻ പോകുന്നത് വളരെ മാജിക്കലായിട്ട് രണ്ടുപേർക്കും ഭയങ്കര ഇഷ്ടമുള്ള ഒരു സ്ഥലത്തേക്കാണ്. ബാലിയിൽ എത്തിയപ്പോ തന്നെ ഭാര്യ സുന്ദരിയായി. ബാലി വ്ളോഗ്സിൽ എൻ്റെ നേരത്തെ ബാലി വ്ളോഗ്സിലും ഞാൻ ഇങ്ങനത്തെ ഔട്ട്ഫിറ്റ്സ് ആണ് ഇട്ടിരുന്നത്. അപ്പോൾ ഇതൊക്കെ ഞാൻ ഡിസൈൻ ചെയ്ത ഔട്ട്ഫിറ്റ്സ് ആണ്. ബാങ്കോക്ക് ഫാഷനിൽ 1 or 2 ആയിട്ട് അവൈലബിൾ ആയിട്ട് ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ ഐശ്വര്യത്തോടെ ബാലി വ്ളോഗ് ഗണപതിനെ അനുഗ്രഹം വാങ്ങി തുടങ്ങാം. അതെ അല്ലേ? അതെ, ഗണപതിനെ പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ബാലി വ്ളോഗ്സ് അങ്ങ് തുടങ്ങാം. ഞാനും ഏകദേശം ബാലിയിലേക്ക് വേണ്ടി വാങ്ങിയ ഒരു ടീഷർട്ടാണ്, അത് ഞാൻ കാണിച്ചു തരാം. പക്ഷെ നമ്മൾ ഒരു ദിവസം രാത്രി ഇവിടെ താമസിച്ചു. ഇന്ന് ഞാൻ പ്രിയനെയും വേദുവിനെയും കൊണ്ടുപോകാൻ പോകുന്നത് വളരെ മാജിക്കലായിട്ട് രണ്ടുപേർക്കും ഭയങ്കര ഇഷ്ടമുള്ള ഒരു സ്ഥലത്തേക്കാണ്. ഒരു ക്ലൂ പറയാം, ഇവിടെ തന്നെ അതിന്റെ ഒരു ക്ലൂ ഉണ്ട്. ഇവിടെ തന്നെ ക്ലൂ ഉണ്ടോ? ബാലി എന്ന് പറയുന്നത് ലാൻഡ് ഓഫ് ഗോഡ്സ് എന്നാണ് പറയുന്നത്. ആൻഡ് ഇത് ശരിക്കും നമ്മുടെ നാട്ടിലൊരു ഗോഡായിട്ട് കരുതുന്ന സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. ബാലി എന്ന് പറയുന്നത് മൊത്തത്തിൽ മറ്റേ ചെടികളും ഫോറസ്റ്റും ഭയങ്കര അതുകൊണ്ട് ആ സമയത്ത് ബീച്ചസും ഉണ്ടല്ലോ. ബീച്ചസും ഉണ്ട്. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സ്ഥലമാണ് ബാലി. ആ ഇഷ്ടം കുറച്ചും കൂടെ കൂട്ടാൻ പോവാണ് ഞാൻ ഇന്ന്. അപ്പൊ ഏറ്റവും നല്ല ഡ്രസ്സ് ഇടാൻ പറഞ്ഞു. അപ്പൊ ഞാൻ ഡിസൈൻ ചെയ്ത ഡ്രസ്സാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. എങ്ങനെയുണ്ട് എന്റെ ഡ്രസ്സ്? ഞാൻ ഇത് യൂണീക്കാണ്, നിങ്ങൾ എന്തായാലും പറയണം. കാരണം ഞാൻ ഇങ്ങനത്തെ ഒന്നും സാധാരണ ഇടാറേ ഇല്ല. ബട്ട് ദെൻ ഐ ജസ്റ്റ് ഫെൽറ്റ് ബാലി പോകുമ്പോൾ എന്തെങ്കിലും സ്പെഷ്യൽ ആയിരിക്കണം. കാരണം ബാലി വൈബ് ഉണ്ട്, സ്പെഷ്യൽ പ്ലേസ് ആണ്. ആൻഡ് ഞാനൊരു കൊച്ചു കൃഷ്ണനല്ലേ. ഓക്കെ, സോ ജസ്റ്റ് എങ്ങനെയുണ്ട് ഡ്രസ്സ് ഇതൊന്ന് കമന്റ് ചെയ്യാം. ആൻഡ് ഇത് ഞാൻ എവിടുന്നാ വാങ്ങിയ? ഓൺലൈനിൽ എവിടുന്നോ വാങ്ങിയതാ. ആണോ? ഓക്കെ, സോ എന്തായാലും നമ്മൾ മാജിക്കൽ സ്ഥലത്തേക്ക് പോവാണ്. ജസ്റ്റ് ഇതൊന്ന് ഞങ്ങളുടെ രണ്ടുപേരും ഡ്രസ്സും നമ്മുടെ സന്തോഷവും ഒക്കെ കാണിച്ചുകൊണ്ട് നമ്മുടെ ബാലി വ്ളോഗ് തുടങ്ങാം. വൺസ് അഗൈൻ വെൽക്കം ടു ബാലി. നമ്മുടെ മോനെ നോക്കി, എന്ത് സ്റ്റൈൽ കളർഫുൾ ഡ്രസ്സാണ്. നോക്കിതാരാന്ന്? ഇന്ന് വേദുവിനെ അമ്മേനെ അപ്പൊ സ്പെഷ്യൽ സ്ഥലത്തേക്കാണ് കൊണ്ടുപോകുന്നത് കേട്ടാ. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുവേ. യുവർ മൈ തങ്കു. ഓക്കെ, അടിപൊളി ഹെയർ സ്റ്റൈലും ബാലിക്ക് മാച്ച് വൈബ്. അപ്പൊ ഒരു ഫോട്ടോ എടുത്തോട്ടെ. നമ്മൾ നമ്മുടെ മാജിക്കൽ സ്ഥലത്തേക്ക് പോവാണ്. ജസ്റ്റ് 1 day ഉള്ളൂ, 1 night ഉള്ളൂ നമ്മളിവിടെ താമസിക്കാനായിട്ട്. ഇത് ഉബുദ് ബാലി എന്ന് പറഞ്ഞ സ്ഥലമാണ്. നിങ്ങൾക്ക് കുറച്ചും കൂടെ ഒരു ഫോറസ്റ്റി, യോഗ, മെഡിറ്റേഷൻ, കാം ഫീലിംഗ് വേണമെങ്കിൽ പറ്റിയ സ്ഥലമാണ് ഉബുദ് എന്ന് പറയുന്നത്. എപ്പോഴും 2 സ്ഥലമായിട്ട് നമ്മൾ സ്റ്റേ ചെയ്യുക. നമ്മളെ ബാലി വരുവാണെങ്കിൽ എപ്പോഴും 2 സ്ഥലത്തേക്ക് സ്റ്റേ ചെയ്യുക. ഒന്ന് ഇതുപോലെ ഉബുദ്, അത് ഏറ്റവും എയർപോർട്ടിൽ നിന്ന് ദൂരെയാണ്. സോ ആദ്യത്തെ കുറച്ച് ദിവസം ഉബുദിൽ താമസിക്കുക, അറ്റ്ലീസ്റ്റ് 2 or 3 nights. എൻ്റെ അഭിപ്രായത്തിൽ അറ്റ്ലീസ്റ്റ് 3 nights. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബീച്ച് സൈഡിലേക്ക് പോകാം. അത് ഒന്നില്ലെങ്കിൽ കൂട്ട, അല്ലെങ്കിൽ സെമിനിയാക്, അല്ലെങ്കിൽ ചാങ്കു. ഈ 3 സ്ഥലമാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. സോ അങ്ങനെ നമുക്ക് ഡിവൈഡ് ചെയ്താൽ, കാരണം ബാലിയിൽ നിന്ന് ഒരു സ്ഥലത്തേക്ക് എത്താൻ ഒരുപാട് ടൈം എടുക്കും. അപ്പോൾ 2 സ്ഥലത്തേക്കായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ സ്ഥലവും എക്സ്പ്ലോർ ചെയ്യാം. ടെമ്പിൾസും അതൊക്കെ കൂടുതൽ ഇവിടെയാണ്. ആ സമയത്ത് ബീച്ച് നമ്മൾ ഞാൻ സെമിനിയാക്ക കൂട്ടയിലൊക്കെ താമസിച്ചാൽ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം. എന്തെങ്കിലും ഐഡിയ ഉണ്ട് എവിടെയാ താമസിക്കാൻ പോകുന്നതെന്ന്? എന്തെങ്കിലും എവിടെയാ അതറിയാടാ? പക്ഷെ നിങ്ങൾക്ക് 2 പേർക്കും ഭയങ്കര ഇഷ്ടമുള്ള ഒരു തീം ഹോട്ടലാ. തീംഡ് ഹോട്ടലാ, ഹയാത്തൊന്നും അല്ല. ഓ, അതൊന്നും അല്ല. നോക്കിക്കോ, ഭയങ്കര അതൊക്കെ വേർത്തായിരിക്കും. നോക്കിക്കോ, അറിയാം. ഇത്തവണ അതുപോലെ തന്നെയാ, ഗ്യാരണ്ടി.
എന്താണെന്നറിയോ, ഈ ബാലിയില് ഇത്രയധികം ഭയങ്കര ലക്ഷറി റിസോർട്ട്സും ഭയങ്കര ടൂറിസ്റ്റി ആണെങ്കിലും നമുക്ക് ബാലി സ്ട്രീറ്റ്സിൽ കൂടെ നടക്കുമ്പോൾ ഒരു വെസ്റ്റേൺ ഫീലിംഗ് അല്ല, ശരിക്കും ഒരു ലോക്കൽ ഇവിടുത്തെ പഴയ സ്ട്രീറ്റ്സും കൾച്ചറും കൂടെ കണ്ട്, ഇതുപോലെ പഴയ കൊട്ടാരങ്ങൾ പോലത്തെ വീടും ആ പഴയ ആർക്കിടെക്ചേഴ്സും എല്ലാം അതുകൊണ്ടാണ് എനിക്കൊന്ന് ബാലിനോട് ആൾക്കാർക്ക് ഇത്രയും ഒരു സ്നേഹം. നമ്മൾ കുറേ ഇത്രയും ഫെസിലിറ്റീസും മോഡേൺ ആയിട്ടുള്ള രാജ്യമാണെങ്കിൽ പോലും, മോഡേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോട്ടൽസും എല്ലാം മറ്റേ മെക്ഡോണൾഡ്സും അങ്ങനത്തെ എല്ലാം ഉണ്ടെങ്കിലും യു സ്റ്റിൽ ഫീൽ എ വെരി ഒത്തന്റിക് ഫീൽ വെൻ യു വാക്ക് ത്രൂ ബാലി. നമ്മുടെ ബാലിയിലെ ഡ്രൈവർ ചേട്ടനാണ്. I like Shah Rukh Khan and Delhi. We are from Kerala. Kerala, Bali, same. Okay. Trees, Hindu, all same. Oh. Yeah. You look very nice. Yeah. This is my family to India family. Oh. Because Hindu. Same. Yeah. We love Bali. Okay. We coming here for second time. Hindu. Yeah. From India. India, correct. ഇന്ത്യന്ന് വന്നതാണ് കുറെ പേര്. എന്തെങ്കിലും ഐഡിയ കിട്ടി എവിടെയാ വന്നേന്ന്? ചുറ്റും എന്താ ഒരു സ്റ്റാർ ഹോട്ടൽ പോലെ ഉണ്ട്. എന്താന്ന് ഐഡിയ കിട്ടിയില്ല. ഓക്കെ, ദിസ് ഈസ് ആക്ച്വലി മേസൺ എലിഫന്റ് പാർക്ക് ആൻഡ് ലോഡ്ജ്. വി ആർ സ്റ്റേയിങ് വിത്ത് എലിഫന്റ്സ്. നോ, ദിസ് ഇസ് എലിഫന്റ് പാർക്ക്. വേദു, നമ്മൾ എലിഫന്റ്സിന്റെ കൂടെയാണ് നിൽക്കാൻ പോകുന്നത്. എലിഫന്റ്സിന്റെ കൂടെ. നമ്മൾ ഓർമ്മയുണ്ട് മാരയിലെ ആനിമൽസിന്റെ സൂ പോലത്തെ സ്ഥലത്ത് താമസിച്ചത്. അതിന് പകരം വി ആർ സ്റ്റേയിങ് വിത്ത് എലിഫന്റ്സ്. അപ്പോൾ വിൽ ബി വാക്കിംഗ്, അല്ലെങ്കിൽ വിൽ ബി ചിലപ്പോൾ ബാൽക്കണിയൊക്കെ എലിഫന്റ്സ് വ്യൂ ആയിരിക്കും. ലുക്ക് അറ്റ് ദാറ്റ്. ആൻഡ് ഗോഡ്സിന്റെ സംഭവമല്ലേ എലിഫന്റ്. ആൻഡ് ദാറ്റ്സ് വൈ ഐലൻഡ് ഓഫ് ഗോഡ്സിൽ നമ്മൾ വി ആർ ലിവിംഗ് വിത്ത് ദ ഗോഡ്സ്. Gods അല്ല, gods. Thank you. Bye bye. Bye. Thank you. Cold towel. കാണിക്കണ്ട റിസോർട്ട് ഒക്കെ. പിന്നെ വാ എക്സൈറ്റഡ് ആയ. Thank you. Cheers to Bali. Welcome to Elephant Mat. നല്ല ഡ്രിങ്ക് അല്ലേ, ഒരു സിനമണും ഓറഞ്ചും ആൻഡ് വാട്ടർമെലൺ. അല്ല, റൂഫ്സ പോലത്തെ എന്തോ. നമ്മള് മാൻഷൻ എലിഫന്റ് പാർക്ക് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. കേറി വരുമ്പോൾ തന്നെ ദിസ് ഇസ് ദ ആക്ച്വലി എലിഫന്റ് പാർക്ക്. ഗണപതിയുടെ രൂപങ്ങളാണ് മൊത്തം വെച്ചിരിക്കുന്നത്. യു ജസ്റ്റ് ഫീൽ സോ, എന്താ പറയുന്ന ഒരു ഹോളി ഫീലിംഗ് ഇവിടെ വരുമ്പോൾ തന്നെ. ആൻഡ് ദെൻ ഇവിടെ നിന്ന് നമ്മുടെ ഹോട്ടലിൽ റിസപ്ഷൻ തുടങ്ങുക. ശരിക്കും ഒരു കാട്ടിൻ്റെ അടുക്ക ഇതിൽ വരുന്നത്. നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കില്ല ഇങ്ങനത്തെ സ്ഥലത്ത് ലക്ഷറി അക്കോമഡേഷൻ. ഇത് ഓൾമോസ്റ്റ് 27,000 ആണ് ഞാൻ 1 നൈറ്റിന് കൊടുക്കുന്നത്. വേൾഡ് ലക്ഷറി ഹോട്ടൽ അവാർഡ്സ്, ആക്ച്വലി റെപ്യൂട്ടഡ് അവാർഡ്സ് ആണ്. 3 വർഷം കിട്ടിയാണ്. സോ ലക്ഷറി സ്റ്റേയും കൂടെ ആണെന്ന് തോന്നുന്നു. എസ്പെഷ്യലി ഇങ്ങനത്തെ ഒരു ആംബിയൻസിലെ നോക്കാം. ഫസ്റ്റ് വ്യൂ ഓഫ് ആന എന്തായിരിക്കും? ഏതോ ആനയുടെ തുമ്പിക്കൈ തൊടണേ കേട്ടാ. ഫുഡും കൊടുക്കാം. ആന അമ്മയുടെ കഴുത്തില് മാലയിട്ട ഓർമ്മയുണ്ടാ? അത് ബാലി വെച്ചിട്ടാ. അതും ഓർമ്മയുണ്ട്. അത് മറ്റേ വയനാടങ്ങാണ്ട്. നമ്മുടെ ഫസ്റ്റ് ഡേ ഇൻ ബാലി ഹോപ്പ്ഫുള്ളി വിൽ ബി അമേസിംഗ്. നേരെ എലിഫന്റ് പാർക്കിലേക്ക്. ഫസ്റ്റ് ഓഫ് ഓൾ ആംബിയൻസ് ഇസ് അമേസിംഗ് കേട്ടോ. ഭയങ്കര സ്റ്റണ്ണിങ് ആണ്. എന്ത് രസം. അവരവിടെ ഫ്രണ്ടായി അമ്പോയി കേട്ടോ നമ്മളെ വിട്ട്. ഫസ്റ്റ് വ്യൂ ഓഫ് ദ എലിഫന്റ് നോക്ക്. ഇപ്പളല്ല. ഓക്കെ, ബാ. വേറെ കുറച്ച് സർപ്രൈസ് ഒക്കെ ഉണ്ട്. അയ്യടിന്ന് പറയും. അടുത്ത് പോകുമ്പോ പേടിയാവും. ടെയിൽ ഹാപ്പി ആയോ ബേബി എലിഫന്റ്? ഇത് രസമല്ലേ പ്രിയ നടക്കുന്നൊക്കെ എല്ലായിടത്തും. സോ ബ്യൂട്ടിഫുൾ ദിസ് പ്ലേസസ്. നോ, ഞാൻ ആക്ച്വലി സത്യം പറയാൻ വിചാരിച്ചു ഐ എം സ്പെൻഡിങ് എ ലോട്ട് എന്ന്. പക്ഷെ കയറി വരുമ്പോൾ തന്നെ ഫോർ ദിസ് ലക്ഷറി ആംബിയൻസ്, ഞാൻ എന്തായാലും ലാസ്റ്റ് പറയാം ബേർത്ത് ആണോ അല്ലയോ എന്ന്. ബ്യൂട്ടിഫുൾ സെറ്റിംഗ് ആണ്. ഒരു മറ്റേ CGH ഹോട്ടലിന്റെ ഒക്കെ ഒരു ഫീൽ ഇല്ലേ? വെരി പ്രിറ്റി. വെരി earthy and beautiful. അതെ. ഈ സറൗണ്ടിങ്സ് കൂടെ മെർജ് ചെയ്ത് പോകുന്ന ഒരു റിസോർട്ട്. ബാലി മെയിൻലി ഇഷ്ടം കുറെ ചെടികളുള്ളതുകൊണ്ടാ. ആ ഒരു earthy feeling ഉണ്ട് അല്ലേ? ബാലി എന്ന് പറഞ്ഞ ചെടി ആദ്യം മനസ്സിൽ വരും. എനിക്ക് ബീച്ച്. എല്ലാവരും സ്പാ ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. കൊള്ളാലോ.
എന്താ സ്പായ്ക്ക് ആ ആനയാണോ നമ്മളെ മസാജ് ചെയ്യണേന്ന്? ഞാൻ മസാജ് ചെയ്താ മതിയാ, ഞാനും ഒരു ആനയാ, കുട്ടി ആന. അതല്ല, ആ, ആനയുടെ കാലൊന്ന് വച്ചാ മതി മസാജ് ചെയ്യാൻ. അതെ, പക്ഷെ നമ്മൾ എവിടെ ഒരു ഷോ കണ്ടില്ലേ ആന മസാജ് ചെയ്യുന്ന ഫുക്കറ്റിലും കണ്ട. നമ്മുടെ റൂം ആക്ച്വലി പ്രീമിയം കാറ്റഗറിയാണ് ഞാൻ എടുത്തത്. അല്ലെങ്കിൽ ഒരു 20,000 രൂപയായിരിക്കും, ഇതാകുമ്പോൾ ഒരു 26,000 രൂപ കണ്ട വരുന്നത്. അപ്പൊ റൂം, ഓ ജിം, ഓക്കെ, ഇവിടെ ജിം ഉണ്ട് വിത്ത് ദ റൂം കീ. ആൻഡ് ഇതാണ് റൂം. ഞങ്ങൾ റൂം കണ്ടിട്ട് റൂം ടൂർ ചെയ്യാവേ. നമ്മൾ കയറി കണ്ടു, ഇറ്റ് ഈസ് വേർത്ത്. നമ്മൾ എനിക്ക് ആക്ച്വലി ഡൗട്ട് ആയിരുന്നു വേർത്ത് ആണോ എന്ന് ഇത്രയും പൈസക്ക്. പക്ഷെ ഇറ്റ്സ് എ ട്രൂലി 5 സ്റ്റാർ എക്സ്പീരിയൻസ്. വാട്ട് ക്ലാസ് റൂം. അപ്പോൾ റൂം ടൂർ ചെയ്യാൻ ഒരാൾ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടുണ്ട്. ആ എക്സൈറ്റ്മെന്റ് നമ്മൾ ഒരിക്കലും ഡിസ്കറേജ് ചെയ്യരുത്. അപ്പോൾ വെൽക്കം ടു കറക്റ്റ്. അപ്പൊ വെൽക്കം ടു വേദൂസ് റൂം ടൂർ. പറ. ഓക്കെ, അപ്പൊ കാണിച്ച എന്തൊക്കെയുണ്ടെന്ന്. ആദ്യമേ തന്നെ ഇവിടെ ഇരിക്കാനുള്ള ഒരു കൗച്ച് ഉണ്ട്, ലഗേജ് റാക്ക് ഉണ്ട്. ആൻഡ് റൂം കാണിച്ചടാ ആദ്യമേ. ആ ഓ, ഇത് കണ്ട. വരുമ്പോ തന്നെ നമുക്ക് ഫുൾ എലിഫന്റ് തീമാണ്. എലിഫന്റ് തീമായിട്ടുള്ള ഒരു റൂമാണ്. ഇറ്റ്സ് സോ ഹ്യൂജ്, സച്ച് എ ബിഗ് റൂം. വേദുവിന് വേണ്ടി ഒരു സെപ്പറേറ്റ് ബെഡ് ഉണ്ട്. ആൻഡ് നമുക്ക് ഇതുപോലെ വലിയ റൂഫ്, ഐ മീൻ വലിയ ടോൾ സീലിംഗ് ആണ്. സോ യു ഫീൽ വെരി സ്പേഷ്യസ്. ആൻഡ് ഇതുപോലെ നമുക്ക് എന്താ പറയുന്ന ഈ ഓല വെച്ചുണ്ടാക്കി ഓല ഉണ്ടാക്കുള്ള റൂഫാണ്. ആ ഓ, ആൻഡ് ലുക്ക് അറ്റ് ദ ബാൽക്കണി. ബാൽക്കണിയിൽ ഇതുപോലെ നമുക്കൊരു റിക്ലൈനർ ഉണ്ട്, റിക്ലൈനിങ് ചെയർ ഉണ്ട്, ആനയുടെ തീം ഉണ്ട് മൊത്തമായിട്ട്. ആനയുടെ ആൻഡ് അതെ, എന്തുണ്ട്? ആ, അവിടെ ഒരു ഫ്രൂട്ട് കിടക്കുന്നു. ഓക്കെ, ആൻഡ് ദെൻ വൈകുന്നേരം ഇവിടെ ഒരു സർപ്രൈസ് ഉണ്ട്, അതൊക്കെ പിന്നെ കാണിക്കാം. ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു റൂമാണ്. ആൻഡ് ലുക്ക് അറ്റ് ദിസ്, ഇവിടെ ഒരു കാർപ്പറ്റും. ശരിക്കും ഒരു 5 സ്റ്റാർ ക്വാളിറ്റി റൂമാണ് അല്ലേ? ഇത് നോക്ക് പ്രിയ, ഇതാണ് ഡീറ്റെയിലിംഗ്. ഇത് നോക്ക്, ആനയുടെ ടേബിൾ ലാമ്പ്, കുഷൻ കവേഴ്സ്, എല്ലാം ആനയുടെ തീമാണ്. ആൻഡ് വെരി ഹൈ ക്വാളിറ്റി അല്ലേ? വെരി ഹൈ ക്വാളിറ്റി ആണ്. വലിയ TV, പിന്നെ ഒരു ഫ്രൂട്ട് പ്ലാറ്റർ ഉണ്ട്. അതേ പറയാം, ഞാൻ കുളിപ്പിച്ചാൽ മതി ഒന്ന്. ബാത്റൂം നോക്കിക്കേ. ആ, ടബില്ല, പക്ഷെ ഭയങ്കര സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബാത്റൂം. കുറെ ടവൽസ്, വാട്ടർ ആൻഡ് ഈവൻ ദ ഇങ്ങനത്തെ സാധനങ്ങൾ വേറെ ആനയുടെ തീമിലാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. എവറിത്തിങ് ഇസ് ജസ്റ്റ് ക്ലാസി. ഇത് നോക്ക്, ഇത് നമ്മുടെ ടോയ്ലറ്ററീസ് ഒക്കെ വെച്ചിരിക്കുന്നു, ഒരു ലാമ്പ് കത്തിച്ചു വെച്ചിരിക്കുന്നു. ആൻഡ് ദെൻ ഇവിടെ ഇതുപോലെ ടവൽസ്, വലിയ ബാത്റൂം, നല്ല ടോയ്ലറ്റ്. ഐ ജസ്റ്റ് ലവ് ദ പ്ലേസ്. എന്ത് രസമാണ്. വലിയ TV ഉണ്ട്. അടിപൊളിയായിട്ടുണ്ട്. അതെ, അതൊക്കെ ഉണ്ട്. പിന്നെ ഇവിടത്തെ അവര് കൊട 2 എണ്ണം വെച്ചിട്ടുണ്ട്. കൊതുകിനെ കൊല്ലാനുള്ളതുണ്ട്. ഓഡോമസ് ഉണ്ട്, ഓഡോമസ് പോലത്തെ. ചെരുപ്പ് വരെ ആനയുടെ തീമാണ്. ആൻഡ് ബാത്റൂംസ് നല്ല ക്വാളിറ്റി അതുകൊണ്ട് അടിപൊളി അല്ലേ? നെവർ എക്സ്പെക്ടഡ് ഇറ്റ് ടു ബി സോ നൈസ്. അതായത് ഒരു തീം. അതെ, സാധാരണ നമ്മൾ ഈ വൈൽഡ് ലൈഫ് എന്നൊക്കെ പറഞ്ഞു വരുമ്പോൾ അത്ര ലക്ഷറി സാധാരണ പ്രതീക്ഷിക്കാൻ പറ്റില്ല. ടെന്റും അങ്ങനെയൊക്കെ ആയിരിക്കും. പക്ഷെ ദിസ് ഇസ് ആക്ച്വലി മാറേനും കാട്ടി ലക്ഷറീസാ റൂം അല്ല. ഇവർക്കൊരു വലിയ സർപ്രൈസ് ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഒട്ടും എക്സ്പെക്ട് ചെയ്യില്ല. അത് ഇവിടെ താമസിച്ചാൽ മാത്രമേ കിട്ടുള്ളൂ. സോ ആക്ച്വലി ഇത് ഭയങ്കരമായിട്ട് വേൾഡിൽ അക്രഡിറ്റ് ചെയ്ത ഒരു എലിഫൻറ്റ് റെസ്ക്യൂ സെൻ്ററാണ്. നാച്ചുറൽ ഹാബിറ്റാറ്റിൽ തന്നെ താമസിക്കാൻ പറ്റാത്തതായിട്ടുള്ള ഓർഫൻഡ് അല്ലെങ്കിൽ ഹാൻഡിക്യാപ്ഡ് എലിഫൻസിനെ മാത്രമേ ഇവർ വളർത്തുള്ളൂ. സോ ഇവർക്ക് ആക്ച്വലി എലിഫൻറ്റ് റൈഡ് ഉണ്ടായിരുന്നു, പക്ഷേ അതൊക്കെ അവർ കഴിഞ്ഞ വർഷത്തേക്ക് അവർ കളഞ്ഞു. ആൻഡ് ദേ ഗോട്ട് ഹയസ്റ്റ് റാങ്കിങ്, എന്തോ ഐസോ ഏസോ അങ്ങനെ എന്തോ ഒരു റാങ്കിങ് ഉണ്ട് ഈ ആനിമൽ പ്രൊട്ടക്ഷൻ. അതിൻ്റെ ഹയസ്റ്റ് ഗോൾഡ് സ്റ്റാൻഡേർഡ് റേറ്റിംഗ് കിട്ടിയതാണ്. സോ അവർ ഒരു രീതിയിലുള്ള ആനിമൽ അബ്യൂസ് ചെയ്യില്ല.
കുറച്ച് സ്റ്റാൻഡേർഡ് പ്രൊസീജിയേഴ്സ് ഉണ്ട് എങ്ങനെയാണ് ഈ റെസ്ക്യൂഡ് എലിഫൻസിനെ നോക്കേണ്ടത്. അങ്ങനെ നോക്കി അങ്ങനെ നടത്തിക്കൊണ്ട് പോകുന്ന ഒരു സ്ഥാപനമാണ്. അല്ലാതെ എലിഫൻറ്റിനെ അബ്യൂസ് ചെയ്ത ഒരു ടൂറിസ്റ്റ് സ്ഥലങ്ങളായിട്ടോ അങ്ങനത്തെ ഒരു സ്ഥലമേ അല്ല. പക്ഷേ അതിൻ്റെ കൂടെ റവന്യൂവിന് വേണ്ടി എലിഫൻസിനെ നോക്കാനുള്ള റവന്യൂ വേണ്ടേ, അതിന് വേണ്ടി ഇത് നടത്തുവാണ്. സോ അതുകൊണ്ടാണ് ഇന്ന് ശരിക്കും ഇത്രയും റേറ്റ്. നമ്മൾ കൊടുക്കുന്ന പകുതി അല്ലെങ്കിൽ പകുതി കൂടുതൽ എമൗണ്ട് ഇവിടുത്തെ എലിഫൻസിനെ അപ്കീപ്പിന് പോകുന്ന ഒരു സ്ഥലമാണ്. സോ ഐ ഫീൽ ഇറ്റ്സ് വെരി എത്തിക്കലി, ഞാൻ ഒരുപാട് സെർച്ച് ചെയ്തു, എത്തിക്കലി വളരെ എത്തിക്കൽ റൂൾസ് ഫോളോ ചെയ്യുന്ന ഒരു സ്ഥലമാണ് മേസൺ എലിഫൻറ്റ് റിസോർട്ട്. അവരുടെ സർട്ടിഫിക്കേഷനൊക്കെ സൈറ്റിലും ബാക്കിയുള്ള ഇൻ്റർനാഷണൽ എലിഫൻറ്റ് റെസ്ക്യൂ വെബ്സൈറ്റ്സിലൊക്കെ ഉണ്ട്. സോ എന്തായാലും ആ സർപ്രൈസ് എന്താണെന്ന് കാണിക്കാം. ബ്യൂട്ടിഫുൾ പ്ലേസ് ആണ്. ഒരു സംഭവം ഇവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട്. ജസ്റ്റ് വെയിറ്റ് ആൻഡ് സീ വാട്ട്സ് കമ്മിങ്. വരുന്നു ആള്, വരുന്നു വെളി വന്നേ, വേദും വാ, വേഗം വാ. നമ്മുടെ റൂമിന്റെ ഫ്രണ്ടിൽ അതൊക്കെ പറയാ. ഓ ഓ പിടിക്കും. ഹായ് കാണിക്കാം അവിടെ. ഇത് കൊടുക്ക്. Can you take one photo also? ഇതൊരു എക്സ്പീരിയൻസ് അല്ലേ പറയാ. വെയിറ്റ് ഫോട്ടോ. ഓക്കെ കൊടുക്ക്. ഹാർമോണിയം വായിക്കുന്നു പ്രിയ. ഇയേഴ്സ് ആണ് പ്രിയ. ദേവി എന്നാണ് എലിഫന്റ് പേര്. നമ്മുടെ റൂമിൽ വന്ന്, ബേബി അല്ല ഓൾഡ് ആണിത്, പക്ഷെ പാവം പ്ലേഫുള്ള ഭയങ്കര. എന്താ അല്ലേ മറക്കോ ലൈഫിൽ ഇത് ഭയങ്കര അല്ലേ. നിങ്ങളുടെ രണ്ടുപേരും ഫേവറേറ്റ് ആണ് എലിഫന്റ്. ആൻഡ് ദിസ് ഇസ് ആക്ച്വലി ഗോഡ്സ് ഓൺ ആനിമൽ എന്ന് വരെ പറയാം. ഇത്രയും ജെന്റിൽ ജയന്റ് ആണ്. നമ്മളൊരു ഐശ്വര്യത്തിന്റെ ഒരു പ്രതീകമാണ്. എസ്പെഷ്യലി ഞങ്ങൾക്ക് കേട്ടോ, ഞങ്ങൾക്ക് ഭയങ്കര പോസിറ്റീവ് ഫീലിംഗ് ആനേനെ. സോ എല്ലാം കൂടെ വന്ന് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയത് ഓൾമോസ്റ്റ് കണ്ണ് നിറയും ഇവരുടെയൊക്കെ. അത്ര ഇഷ്ടം രണ്ടുപേർക്കും ആനേനെ. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും എക്സ്പെൻസീവ് ആണെങ്കിലും ഇവിടുന്ന് തന്നെ നമ്മുടെ ബാലി വ്ളോഗ് തുടങ്ങാമെന്ന് വിചാരിച്ചത്. പോയി ദേവി പോയി. വേഗം പോയി ഫുഡ് കഴിച്ചാൽ പാർക്ക് നമുക്ക് ഫ്രീ എൻട്രി ചെയ്യാം. പാർക്കിൽ കൂടെ കറങ്ങാം. സമയം 6 മണി വരെ ഉള്ളൂ. അപ്പൊ വേഗം പോയാ നമുക്ക് എല്ലാത്തിനും ടൈം ഉണ്ട്. പോസൊക്കെ ചെയ്ത് പിയാണൊക്കെ വായിച്ച് പോയി. അതേ പറഞ്ഞ അവരധികം നമ്മള് എലിഫന്റിനെ അബ്യൂസ് ചെയ്യില്ല, കണ്ടോ, എക്സേർട്ട് ചെയ്യിപ്പിക്കില്ല. പോവാം ഫുഡ് കഴിക്കാൻ. എന്താ പറയാനുള്ളത്? This is just, unbelievable. I'm just speechless and lifetime memory. ദേവിനെ മറക്കില്ല, ഒരിക്കലും മറക്കരുത് കേട്ടാ. വേദന അത് തന്നെയാ ടെൻഷൻ. വേഗം പോവാം ഫുഡ് കഴിക്കാൻ. തിരിച്ച് ബാക്ക് ടു ദ റൂം. ആൻഡ് ഞങ്ങൾ വേഗം ഫുഡ് കഴിക്കാൻ പോവാണ്. എല്ലാം നമുക്ക് വേഗം വേഗം ഇവിടെ ചെയ്യണം. പെട്ടെന്ന് ധൃതി നമുക്ക് കൊടുക്കാനാണ്, അത് കഴിക്കാൻ നമുക്ക് ഇങ്ങനെ കാണിക്കാം. അപ്പൊ ധൃതിയിൽ നമുക്ക് സാധനം കിട്ടണ്ടേ, അതിന്റെ മൂക്കിന്റെ ഓട്ടക്കൂടെ ചീറ്റ് എന്റെ മുടിയൊക്കെ പറഞ്ഞു. അതാണ് ഹെയർ സ്റ്റൈൽ ഇപ്പൊ ഇങ്ങനെ ഇരിക്കുന്നത്. മുഖത്തോട്ട് ചീറ്റി ഫുഡ് കിട്ടാത്തോണ്ട്. പക്ഷെ ഞാൻ ഒരു കാര്യം പറയട്ടെ, എനിക്ക് തോന്നുന്നു നമ്മളാണ് ഫസ്റ്റ് പ്രോപ്പർ ആയിട്ട് ഇവിടെ വ്ളോഗ് ചെയ്യുന്നത്. ഞാൻ വേൾഡില് ഒരാളെ കണ്ടു, പക്ഷെ ഈ നാട്ടിലൊക്കെ ഭയങ്കര നല്ല വ്ളോഗൊന്നും ആയിട്ടല്ല എടുത്തത്. ജസ്റ്റ് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് പോലെ. പ്രോപ്പർ ഈ റിസോർട്ടിന്റെ വ്ളോഗിൽ വേൾഡിൽ ചിലപ്പോൾ നമ്മളായിരിക്കും ഫസ്റ്റ്. ഞാൻ യൂട്യൂബിൽ കണ്ടില്ല കേട്ടാ, കാണില്ല. അതെ, എലിഫന്റ് പാർക്ക് ബാലി എന്ന് പറഞ്ഞ കാര്യം അറിയോ? ഈ റൂമിന്റെ സ്പെഷ്യാലിറ്റി എന്നാ അറിയോ? ഫുൾ ടൈം ആനേനെ ഇവിടെ റെസ്റ്റ് ചെയ്യിപ്പിക്കുന്നത്. രാത്രിയൊക്കെ ആനേനെ നമുക്ക് കാണാം. അപ്പൊ ആനയുടെ ശബ്ദവും കേൾക്കാലോ രാത്രി. അതെ, ഇതാണ് എലിഫന്റ് വ്യൂ റൂം. സാധാരണ റൂമിന് ഇതില്ല, അതിനാണ് എക്സ്ട്രാ പൈസ കൊടുത്തത്. നമുക്ക് ഇവിടെ ഒക്കെ ഇരുന്ന് ചാച്ച അതൊക്കെ പറ്റും. റെസ്റ്റോറന്റിലേക്ക് പോവാണ്.
ഐ ജസ്റ്റ് ലവ് ദ പ്ലേസ്. കയറി വരുമ്പോൾ തന്നെ ഉള്ളൊരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ. അതിനിട്ട് ഇവിടെ അധികം ആരും താമസിക്കില്ല, ഇത്ര എക്സ്പെൻസീവ് അതാ ഞാൻ ചോദിക്കാൻ വന്നത്, അധികം ആൾക്കാർ അതെന്താ എവരി വൺ വിൽ ഗോ ഫോർ ലൈക്ക് 5-star ബീച്ച് റിസോർട്ട്സ് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു സ്പേസ് ഇതിനോട് താല്പര്യമുള്ളവർ മാത്രമേ വരുള്ളൂ. പക്ഷേ ഒരു എക്സ്പീരിയൻസ് തന്നെയാണ്. പിന്നെ ആൻഡ് ക്ലാസ് ഇസ് റിയലി ഗുഡ്. അല്ല, എല്ലാത്തിൻ്റെയും ക്ലാസ്സും സ്റ്റാഫും. ലെറ്റ് സി ഹൗ ദ ഫുഡ് ഇസ്. മാമൂസ് ഹെഡ് ഔട്ട് ബാറാണ്. സോ ഐ തിങ്ക് സോ ബാറും റെസ്റ്റോറൻറ്റും ഒരു സ്ഥലത്ത് തന്നെയാണ്. വേദു ഫുൾ വ്ളോഗിങ് ആട്ടാ, വലിയ വേദു വ്ളോഗർ. ഇതിനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങി. അതാ നമുക്ക് സമാധാനം. നല്ല റെസ്റ്റോറൻ്റ് ആണ്, പക്ഷെ ആരും ഇല്ലേ പറഞ്ഞില്ലേ, ഇറ്റ്സ് നോട്ട് അറ്റ് ഓൾ ക്രൗഡഡ്. ഈ പ്രിയ ബാറാണ്, ഇത് 24 hours ഉണ്ട്. സോ രാത്രി വിശന്നാലും നമുക്ക് ഒരു കുഴപ്പമില്ല, കാരണം ഇത് അടുത്തൊന്നും കിട്ടില്ലല്ലോ. അതൊരു നല്ല പ്ലസ് പോയിന്റാ. കുറെ അകത്തല്ലേ, പക്ഷെ അതാണ് ഈ സ്ഥലത്തിന്റെ ചാം. വരുന്ന പാർക്കിന്റെ അകത്താണ്. ഈ പാർക്ക് മാത്രമായിട്ട് നമുക്ക് വരാം. അതത്ര 2000 രൂപ 1000 രൂപ കാണ്ടേ ഉള്ളൂ എൻട്രൻസ്. പക്ഷെ ഇവിടെ താമസിക്കുന്നവർക്ക് പാർക്കിന്റെ എൻട്രൻസും ഫ്രീയാ. എന്തൊരു കാമൻ സെറീൻ അല്ലേ. ഇവരൊക്കെ ഇവിടെ വെറുതെ ഡേ ടൂറിസ്റ്റ് ആയിട്ട് വരുന്നവരാ. അങ്ങനെ വരാം. ഇതൊരു പാർക്ക് മാത്രമായിട്ടുണ്ട്. ഇതാ റെസ്റ്റോറന്റ്. ലഞ്ചൊക്കെ കഴിച്ച് എലിഫന്റ് കണ്ടിട്ട് പോവാം. ഔട്ട്ഡോർ ഡൈനിങ് ഒക്കെ ഉണ്ട് കേട്ടോ. അകത്ത് കണ്ടോ? ഏതാ റെസ്റ്റോറന്റ് ആണോ? ഒരു ആനയുടെ വലിയ നോക്കട്ടെ. മ്യൂസിയം ഉണ്ട്. നമുക്ക് ആനകളുടെ കൊമ്പും അല്ലെങ്കിൽ അതിന്റെ ഫോസിൽസും അങ്ങനത്തെ ഒക്കെ കാണാൻ പറ്റും. അതല്ലാതെ ഇവിടെ ഒരു ബുട്ടീക്ക് ഷോപ്പും ഉണ്ട് കേട്ടോ, ആനയുടെ സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ട്. ബാ, നല്ലല്ലേ, എത്ര പേരെ ഫോട്ടോസ്, എത്ര ടൂറിസ്റ്റാ വന്നിരിക്കുന്നത്. നമ്മുടെ വെക്കുന്നോ? വെക്കുമായിരിക്കും. എന്താ ബ്യൂട്ടിഫുൾ ആണ്. പോകുന്ന വഴിക്ക് ഇതുപോലെ പോണ്ടൊക്കെ ഉണ്ട് കേട്ടോ, ഫിഷ് പോണ്ട്സും ഒക്കെ. ഇറ്റ്സ് നോട്ട് ജസ്റ്റ് എലിഫന്റ് പാർക്ക്, ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ എലിഫന്റ് പാർക്ക്. വെറുതെ ഒരു തൊഴുത്ത് പോലെ കെട്ടിയിട്ടുള്ള ഒരു എലിഫന്റ് പാർക്ക് അല്ല. നോക്ക്, ഈ ഫിഷ് ഡേഞ്ചറസ് ആയിട്ട് വരും. ഇതിനെ തുടരുത്. 1.5 മീറ്റർ കണ്ടാന്ന്. ഇത് വലിയ ഫിഷാ. ഇതിനൊന്നും ചെയ്ത കേട്ടാ. നമ്മുടെ റെസ്റ്റോറന്റ് ഡൈനിങ് അല്ലെങ്കിൽ മെയിൻ റെസ്റ്റോറന്റ്, പക്ഷെ അതിന്റെ ഓപ്പോസിറ്റ് ഉള്ള വ്യൂ എന്താണെന്നറിയോ? ഓക്കെ, എലിഫന്റ്സ് സ്വിം ചെയ്യുന്നതാണ് വ്യൂ. ഇല്ല, ആനകൾ സ്വിം ചെയ്യുന്ന ഒരു ഏരിയ, അവിടെ വലിയ പാർക്ക്, ആൻഡ് ഇത് നമുക്ക് ഡൈൻ ചെയ്യാനുള്ള റെസ്റ്റോറൻറ്റ്. സോ നൈസ്, സച്ച് എ ബ്യൂട്ടിഫുൾ പ്ലേസ്. ആനകളൊക്കെ എന്തൊരു റിലാക്സ്ഡ് ആണെന്ന് കണ്ട. അത് തേങ്ങ തിന്നുവാ. അപ്പം നമുക്ക് വേഗം കഴിച്ചിട്ടെ പാർക്കൊന്ന് കറങ്ങാം. വെയിലും കറക്റ്റായി പോകും. അനുഗ്രഹിക്കുന്നതല്ല, അത് തുമ്പിക്ക അങ്ങനെ പൊക്കുന്ന. അതെ, ബ്ലെസ്സിങ്. കഴിക്കാൻ കണ്ട, വേദുവിനും ഫുഡ് തരണം, ആനയ്ക്കും ഫുഡ് കൊടുക്കണം. ദേ അങ്ങോട്ട് തട്ടിപ്പറയ്ക്കുന്നു. അപ്പുറത്ത് ആനയുടെ വായന്ന് പോയി ഫുഡ് എടുത്തു വേദു. വേദുവിനെ വലിച്ചെടുത്തോണ്ട് നോക്ക് വേദു. നല്ല വലിയ റെസ്റ്റോറന്റ് കേട്ടോ, കിഡിലൻ സ്പേസ്. എനിക്കൊന്ന് അത്രയും ടൂറിസ്റ്റ് ഒക്കെ വരുന്ന സ്ഥലമായിരിക്കും, അല്ലെങ്കിൽ ഇത്രയും വലിയ ആവശ്യമില്ലല്ലോ. നമുക്ക് ആനയെ കണ്ടോണ്ട് കഴിച്ചാലോ. ഫുഡ് ഭയങ്കര എക്സ്പെൻസീവ് ഒന്നും അല്ല. എനിക്കൊന്ന് എല്ലാം ഒരു 450 ഒന്നും ഇൻക്ലൂസീവ് അല്ല. പക്ഷേ ഞാൻ വിചാരിച്ചു ഭയങ്കര എക്സ്പെൻസീവ് ആയിരിക്കും. ഞാൻ പറയാം, യുവർ പിനക്കൊള്ളാഡൈസ് ഹിയർ 250 ആണെന്ന് തോന്നുന്നു. വലിയ കുഴപ്പമില്ല, ലാഭമല്ല, ഇറ്റ്സ് ഓക്കെ. ഇല്ല, പിന്നെ ഐ ഓർഡർഡ് ഫോർ യു 1 നാസി ഗോറാങ്, യുവർ ഫേവറേറ്റ്. മറ്റേ പ്രോൺസിൻ്റെ ചിപ്സും ചിക്കനൊക്കെ വെച്ച് അതൊരു 450. ഞാൻ ഒരു ബർഗർ അല്ല 450 അല്ല 550. ബർഗർ 550 ആൻഡ് വേദുവിൻ്റെ ഒരു ഫിഷ് ഫിംഗേഴ്സ് വിത്ത് ഫ്രൈസ് ഒരു 350. ദിസ് ഇസ് നോട്ട് ദാറ്റ് അറ്റ് ഓൾ എക്സ്പെൻസീവ്. പക്ഷെ വ്യൂ നോക്ക്, അതല്ലേ മെയിൻ. ലുക്ക് അറ്റ് ദ വ്യൂ വേർ വി ആർ ഡൈനിങ് അറ്റ്. അതെ, ആനയൊക്കെ അവിടെ പോയി നിൽക്കുന്നു. ഇവിടെ നോക്കിയാലും ഗണപതിയുടെ ഫോട്ടോസാണ്. ഇത്രയധികം ഗണപതിയുടെ ഒരു സ്റ്റാച്യൂസ്, ഫോട്ടോസ് അല്ല സ്റ്റാച്യൂസ് ഞാൻ വേറെ എവിടെയും കണ്ടിട്ടില്ല. ഗണപതിയുടെ അമ്പലത്തിൽ പോലും ഇല്ല. ഹെലികോപ്റ്റർ റൈഡൊക്കെ ഉണ്ട്. ഐസ്ക്രീംസ് ഒക്കെ വേണമെങ്കിൽ ഓർഡർ ചെയ്യാം. പക്ഷെ നമ്മളിപ്പോൾ ആനയുടെ അടുത്ത് വീണ്ടും പോവാം. റെസ്റ്റോറൻറ്റിന് തൊട്ടടുത്താണ്. ഇവിടെ വാങ്ങി വേദുവിന് ഫുഡ് കൊടുക്കാനൊക്കെ ആയിട്ട്. പോയിക്കോ, നിങ്ങൾ കൊടുത്തോ, ഞാൻ വീഡിയോ എടുക്കാം. നിങ്ങളെ വെൽക്കം ചെയ്യാൻ പോകുന്നു കേട്ടാ. അത് ഇടുമ്പോ തന്നെ പറയണം വെൽക്കം ടു ബാലിന്ന്. ഓക്കെ, പോസ് ചെയ്തോ. പുഷ്പ, നമ്മുടെ പുഷ്പ. ആ താടിയൊന്നും അരച്ചു കൊടുക്ക പ്രിയ. ഇങ്ങനെ വെൽക്കം ചെയ്യാൻ പോകുന്നു.
ഓ ശരിയായില്ല. അതെ, ഞാനാണ് ഹീറോ എന്ന്. ഓ ശരിയാവുന്നില്ല അന്ന്. ഓക്കെ, 1 2 3. കൂടെ കൊടുക്ക്, ഹൈഫൈ കൊടുക്ക്. ഓക്കെ, ഇങ്ങനെ ബം ഫിസ് ബം. ഓ താങ്ക് യു, ബൈ ബൈ. ബാ, മതിയാവുന്നില്ല അല്ലേ പ്രിയക്ക്? എൻജോയ് ചെയ്തുണ്ടല്ലോ. എനിക്ക് ഒള്ളി തിങ്ക് ഇത് നിങ്ങളുടെ ലൈഫ് ലോങ് മെമ്മറി ആയിരിക്കണം. അതല്ല ഞാൻ പറഞ്ഞില്ല, ഏറ്റവും ബെസ്റ്റ് എന്ന് അറിയോ, ഇത് അത്രയും ക്രൗഡഡ് അല്ല സൂം മറ്റേതുപോലെ. നമുക്ക് എന്തോരം ടൈമാണ് ഇത്, നമുക്കിത് സ്പെൻഡ് ചെയ്യാനും എന്തോരം ടൈമാ. ആനകൾ ഹാപ്പി ആട്ടോ, നമുക്ക് കണ്ടറിയാം. ഉള്ളിത്തേക്ക് എല്ലാം നല്ല വെൽ ഫെഡാ, എല്ലാത്തിനും നല്ല കുടവയറുണ്ട്. ആ ചൂടത്ത് പറ്റിയ സാധനം പിന്നക്കളാട വിത്ത് യുവർ ഫേവറേറ്റ് വ്യൂ. ആനകളൊക്കെ അപ്പുറത്തേക്ക് പോയാട്ടാ, കുളിച്ചൊക്കെ കഴിഞ്ഞു. സെയിം ലൈക്ക് യു, കുളിക്കാൻ ഒരു 1.5 മണിക്കൂർ വേണം. ഈ ആനകൾക്ക് ഒരു മണവും ഇല്ല അല്ലേ? എല്ലാത്തിനും ഒരു സാധാരണ ഒരു ആനയ്ക്ക് ഒരു മണം ഇല്ല, അതില്ല. ആ സ്ഥലത്തും ഒരു ആനയുടെ പിണ്ടത്തിന്റെ ആനയുടെ മൂത്രത്തിന് ഒന്നും ഒരു മണവും ഇല്ല. നല്ല ഡ്രിങ്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. നല്ല സ്ഥലം കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നാസി ഗോറാങ് ഓൾസോ ലുക്ക് സോ നൈസ്. പ്രോൺ ക്രാക്കേഴ്സ്, എഗ്, ചിക്കൻ സാത്തേ, എഗ് ഫ്രൈഡ് റൈസ് പോലത്തെ സാമ്പാലും വെജിറ്റബിൾസും. വേദുവിൻ്റെ ഒരു ബ്യൂട്ടിഫുൾ ഫിഷ് ആൻഡ് ചിപ്സ്, എൻ്റെ നല്ല ബീഫ് ബർഗർ, നല്ല ആംഗസ് ബീഫ് എന്നൊക്കെ പറയുന്നത്, ചീസ്, കുറച്ച് പിക്കിൾസ്, ടൊമാറ്റോ ആൻഡ് ലെറ്റ്യൂസ്. നല്ല സോഫ്റ്റ് ബട്ടറി ബണ്ണാണ് ഇത്. നോക്ക്, ഫുഡ് എങ്ങനെയുണ്ട്? അത്ര നല്ലതാണോ? ഇത്രയും നല്ല മുള്ള ഇതുവരെ സിംഗപ്പൂരിൽ പോയപ്പോൾ കേട്ടില്ലല്ലോ, ഡിസ്നി ക്രൂസിലൊന്നും കേട്ടില്ലല്ലോ. ആണോ? ഓ അത് കേട്ടാ മതി. അല്ല, നമുക്ക് പൈസ സ്പെൻഡ് ചെയ്യുന്നതിലല്ല, അതിനുള്ള വേർത്ത് കിട്ടണം, അതാണ് മെയിൻ തിങ്. ആൻഡ് ബീഫ് ബർഗർ. നമുക്ക് ഇവിടെ വന്ന് താമസിക്കാൻ പറ്റിയില്ലെങ്കിലും ഫുഡും കഴിക്കാം. ബർഗർ അമേസിങ്, വെരി ജ്യൂസി, നല്ല ഗ്രിൽ ബർഗർ. ആൻഡ് ഇതൊക്കെ കണ്ടും പോവാം കേട്ടോ. സോ ഇവിടെ ഒന്നും താമസിക്കണമില്ല, ബട്ട് താമസിച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം എക്സ്പീരിയൻസ് ചെയ്ത് രാവിലെ തൊട്ട് വന്ന് ഇവിടെയൊക്കെ കറങ്ങി ഇതുപോലെ ആനേനെ ഫീഡ് ചെയ്ത് കൂടെ കുളിപ്പിച്ച് ഫുഡും കഴിച്ച് പോവാം. എന്നാലും അത് എക്സ്പെൻസീവ് ആണ്. എനിക്ക് തോന്നുന്നു ഒരു ആനയുടെ കുളിക്കാനോ അങ്ങനെ ഈ എക്സ്പീരിയൻസസിനൊക്കെ എല്ലാത്തിനും ഒരു പെർ ഹെഡ് എനിക്ക് തോന്നുന്നു ഒരു 3,000-3,500 വരും, എൻട്രൻസ് കൂടാതെ. ബട്ട് ഇതൊക്കെ പറഞ്ഞ പോലെ ഒരു ചാരിറ്റി അല്ലെങ്കിൽ റെസ്ക്യൂ സെൻറ്ററും കൂടെ കൊന്ന പൈസയാണ്. സോ അതൊക്കെ നോക്കുമ്പോൾ ഐ തിങ്ക് ഇറ്റ്സ് വർത്ത് ഇറ്റ്. എന്തായാലും വൈകുന്നേരമൊക്കെ ആകുമ്പോഴേക്കും ഇവിടുത്തെ ആംബിയൻസ് മാറും. വേഗം കഴിച്ചിട്ട് പാർക്കിൽ കൂടെ ഒന്ന് നടക്കട്ടെ. വലിയ ക്രൗഡഡ് അല്ല, ദാറ്റ്സ് ദ ബെസ്റ്റ് പാർട്ട്. ആൻഡ് രാവിലെ വന്നാലും കുറേ അടുത്ത് ഷെയ്ഡ്സും ഉണ്ട്, അതുകൊണ്ടാണ് ഇത്രയും ചൂടില്ല. അതെ, നല്ല മരങ്ങളുള്ളതുകൊണ്ട് നമുക്ക് അത്രയും ചൂട് ഫീൽ ചെയ്യില്ല. കഴിഞ്ഞ് നമ്മൾ നടക്കാറിങ്ങുന്നത് ആനകളുടെ ഇടയിൽ കൂടെ. എന്നൊരു എക്സ്പീരിയൻസ് അല്ലേ? ഇതേ ഒരാൾ 6-7 ചെയ്യുന്നുണ്ട് അവിടെ. വാക്കിംഗ് പാത്സ് കുറേ ഉണ്ട് കേട്ടോ. നിങ്ങൾ ഓടമസ് തേച്ചിട്ട് ഇറങ്ങുമോ, കാരണം കൊതുകുകൾ ഇഷ്ടം മാതിരി ഉണ്ട്. അങ്ങനത്തെ ഒരു സെറ്റിംഗ് ആണല്ലോ. നമുക്ക് സെറ്റിങ്സ് ഒക്കെ ഈ എലിഫൻറ്റ് കേവിൻ്റെ അകത്തൂടെയൊക്കെയാണ് നമ്മൾ നടന്നു പോകുന്നത്. വെറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആനയൊക്കെ ചിലപ്പോൾ ഈ വഴി പോകും. ഞാൻ പോകുന്നില്ലേ? ഈ ആന പോകും, ശരിക്കുള്ള ആന പോകില്ല. ദേ ആനയുടെ വെല്ല്. ഓ, ഇതിൻ്റെ അകത്ത് ആനയുണ്ടല്ലോ. ആന എന്താണ്? ഫിഷിന് ആനേനെ പോലെ ഡ്രസ് ചെയ്യിപ്പിച്ചിട്ടിരിക്കുന്നു. ഫിഷിന് ആനയുടെ ഡ്രസ് ഇടിച്ചു. ഫിഷ് ഫാൻസി ഡ്രസ് ചെയ്യുന്നത് കാണാൻ വന്ന ആളാ. വാ, കള്ളം പറയണോന്നൊക്കെ ഫിഷ് ആനയുടെ ഡ്രസ് ഇട്ടിരിക്കുന്നത്. ഈ പാർക്കിൽ വരുന്നവർക്ക് വേഗം ഒന്ന് മസാജ് ചെയ്യാനായിട്ടുള്ള ഏരിയ ഇത്. മസാജോ? ആ, നമ്മൾ മറ്റേത് ഹോട്ടലിന്റെ സ്പാ. ഇത് വെറുതെ പാർക്കിൽ വരുന്നവർക്ക് വേഗം ഷോൾഡർ മസാജോ ഫുട്ട് മസാജോ ചെയ്യാനായിട്ട്. ഇവിടെ ശരിക്കും എന്തോ സ്റ്റേജ് ഷോ ഉണ്ടായിരുന്നു, പക്ഷെ ആനകളെ പെർഫോമിംഗ് ഒക്കെ നിർത്തിച്ചേ, അതുകൊണ്ട് ഇപ്പൊ അതൊക്കെ അടച്ചിട്ടിരിക്കുക.
ഇതിൽ കൂടെ നടക്കുന്നത് തന്നെയാണ്. ഇടയ്ക്കിടയ്ക്ക് ആനേനെ കാണും, എവിടെ കൂടെ ആന വരും എന്നറിയില്ല. കംപ്ലീറ്റ് കിളികളുടെ സൗണ്ടാണ് അല്ലേ? ഫുൾ കിളികളുടെ സൗണ്ടും കാറ്റിൻ്റെ സൗണ്ടും. ആ ഇവിടെ എന്തൊക്കെയോ ഉണ്ട് കേട്ടോ. ലവ് ബേർഡ്സ്. ഇതേ ബേർഡ് ലവ് ബേർഡ്സ് അല്ല, ലവ് ബേർഡ്സ് ഞങ്ങളാണ്, അപ്പയമ്മയാണ്. ആ ഇരിക്കുന്ന ബേർഡ് കണ്ട, വെള്ള ബേർഡ്, അതാണ് വേദു. എപ്പോഴും മൂഷാട്ട മുഖം പിടിച്ചിരിക്കുന്നത്. ഇത് പ്രാവൊന്നല്ല. മാത്രമേ പാർക്കിൽ ആൾക്കാർക്ക് ഇതൊക്കെ കാണാൻ പറ്റൂ. ഇവിടെയാണ് ആനയ്ക്ക് ഫീഡിങ്ങും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പക്ഷെ ഇപ്പൊ എല്ലാ ആനകളും നമ്മുടെ റൂമിന്റെ ഫ്രണ്ടിന്റെ ഏരിയയിലേക്ക് പോയിരിക്കുവാണ്. പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ പോലെ, പത്മനാഭ സ്വാമീനെ പോലെ കിടക്കുന്ന ഗണപതി. അതിനെല്ലാം ഈ മോസൊക്കെ വന്ന് കിടക്കുന്നതുകൊണ്ട് ശരിക്കും ഒരു ഓൾഡ് വിൻറ്റേജ് ഫീലിംഗ് ആണ്. അതുപോലെ റൂഫ് ടോപ്സിൽ കൂടെ നടക്കും ചെയ്യാൻ കേട്ടോ. അപ്പം അങ്ങനെ നടന്ന് പോയി കഴിഞ്ഞാൽ നമുക്ക് നല്ല വ്യൂവും കിട്ടും ആനയുടെയും പാർക്കിൻ്റെ ഒക്കെ. ഹലോ, അപ്പാ ഇവിടെ വേറൊരു സംഭവം ഉണ്ട്. വാ വാ, ഇഷ്ടമുള്ളതാ, ഇഷ്ടമുള്ളതാന്ന്. ആ വാ, ആന മരം കയറുന്ന കാണാം. ബാ, ബാ ഇങ്ങോട്ട് വേഗം. ബാക്കിൽ എന്താന്നറിയോ? തിരിഞ്ഞു നോക്ക്, റൂഫ് ടോപ്പില് കോഫി ഷോപ്പ്. പറഞ്ഞില്ല വരെ, നോക്ക്, വാ പോയി നോക്കട്ടെ എങ്ങനെയുണ്ടെന്നത്. ആൻഡ് ഇറ്റ്സ് ലൈക്ക് എ പ്രൈവറ്റ് കോഫി ഷോപ്പ്. കാരണം ആരും ഇല്ലല്ലോ. നമ്മളിതുപോലെ റൂഫ് ടോപ്പിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രീ ടോപ്പ് എന്ന് അവർ പറയുന്നത്. ഇവിടെ ഇരുന്ന് ഇതുപോലെ തന്നെ നമുക്ക് എക്സ്ക്ലൂസീവായിട്ട് കോഫിയും കുടിക്കാം. ഓടെ പ്ലീസ്, എന്ത് രസം അല്ലേ? കോഫി ആൻഡ് കോക്ടെയിൽ ഇതിൻ്റെ പേര്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡെസേർട്സ് ഒക്കെ. ഇതൊക്കെ തരാം 5 സ്റ്റാർ ക്വാളിറ്റി കണ്ട. തിരാമിസു, ബ്രൗണീസ്, ബ്ലാക്ക് ഫോറസ്റ്റ്, ഡോണട്ട്സ്, ഇതെന്താ ചോക്ലേറ്റ് ട്രഫിൾ. സോ നൈസ്. എന്തോരം ഐറ്റംസാ. റെസ്റ്റോറൻറ്റ് അല്ലേ ഇരുന്ന് കഴിക്കാനൊക്കെ. അതിന് ആ ലൈറ്റിങ്ങും ആ കൊത്തുപണിയും റൂഫും എല്ലാം. അതിന് ഇവിടുന്ന് തന്നെ നമുക്ക് അറ്റത്തെ ടേബിളിൽ ഇരുന്ന് കഴിഞ്ഞാൽ ആനേനെയും കാണാം. നമുക്ക് ഇവിടെ വരെ ആ ടേബിളൊക്കെ എന്ത് വെൽ ഡെക്കറേറ്റഡ് ആണെന്ന് കണ്ട, പൂവൊക്കെ വെച്ച്. ഇവിടുന്ന് നമുക്ക് ആനകളെയും കാണാം. നൈസ്. ആനകൾക്ക് ഓരോ റെസ്റ്റിംഗ് ഏരിയ ആണ് കൊടുത്തിരിക്കുന്നത്. എനിക്ക് അവർ അത്രയും സ്പേസ്ഡ് ഔട്ട് ആയിട്ടാണ് വെച്ചിരിക്കുന്നത്. അത് നമുക്ക് വൈകുന്നേരം ആകുമ്പോൾ ഇവിടെ കൂടെ നടന്നു കഴിഞ്ഞാൽ ക്ലിയർ ആയിട്ട് കാണാം. വലിയ സ്പേസ് ഉണ്ട്, അവർക്ക് കുളിക്കാനുള്ള സ്ഥലങ്ങളുണ്ട്, റെസ്റ്റ് ചെയ്യാനുള്ള സ്ഥലങ്ങളുണ്ട്. അങ്ങ് അറ്റത്ത് കാണുന്നതാണ് നമ്മുടെ റൂം ഏരിയ. വേദുവിനും അമ്മയ്ക്കും എന്താ ആനേനെ ഇത്ര ഇഷ്ടം? അതുകൊണ്ടാണോ? ക്യൂട്ടായതുകൊണ്ടല്ല, ബേബി ആന ക്യൂട്ടായിക്കൊണ്ട്, വലിയ ആന ഗണപതിയും പിന്നെ ആനയും ചെയ്യുന്നുണ്ട്. തിരിച്ച് റൂമിൽ വന്ന് നല്ല ഡിം ലൈറ്റ് സെറ്റിങ്സ് ഒക്കെയാണ്. തിരിച്ച് റൂമിൽ വന്ന് ഇരിക്കുമ്പോൾ ഉള്ള സുഖം ഉണ്ടല്ലോ, ആ എ സിയിലേക്ക് വരുന്നത്. അതും ഇല്ല 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 കുറേ സുഖമാണ്. പക്ഷെ ഇവിടുത്തെ സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇരുന്ന് നമുക്ക് കോഫിയൊക്കെ കുടിക്കാം. നേരെ ഇവിടെ വരിക, ആ റിക്ലൈനറിൽ ഇരിക്കുക, ആനേനെ കണ്ട് കോഫി കുടിക്കുക. അതൊക്കെ ഒരു എക്സ്പീരിയൻസ് തന്നെയാണ്. ആ ഞാൻ എടുത്ത് തേക്കാം രാത്രി. ട്രോളിയും കേട്ട പ്രിയത് ആനപ്പിണ്ടം നമ്മൾ അറിയാതെ ചവിട്ടിയാ മുടി വളരും. നമ്മൾ അറിയാതെ ചവിട്ടണം. അതൊക്കെ കുഴപ്പമില്ല, നടക്കുമ്പോ വേണമെങ്കിൽ ഇട്ടുതരാം അറിയാതെ. അപ്പൊ എന്റെ അല്ലെങ്കിലും മുടി പെട്ടെന്ന് വളരും. ഞാൻ തടിയല്ല. ഇത് ആന കാലാണ്, കട്ടിലിന്റെ കാല്. എലിഫന്റ് ലെഗ് കണ്ട. നിങ്ങൾ മുടി വളരണമെങ്കിൽ പെട്ടെന്ന് ആനപ്പിണ്ടം അറിയാതെ ചവിട്ടും, അറിഞ്ഞോട്ട് ചവിട്ടരുത്. ഇരുന്നു ദേ കസേരയിട്ട് ഇരിക്കുന്ന ഒരാള്. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് ദേ ബാൽക്കണിന്ന് തൊട്ട് അവിടെ നമ്മുടെ ആനക്കുട്ടൻ ഇരിക്കുന്നുണ്ട്. അവിടെ എനിക്ക് മതിയോ? 2 കാര്യങ്ങളാണ് നമുക്ക് കണ്ടുകൊണ്ടിരിക്കാൻ തോന്നുന്നത്. ഒന്ന് എന്നെ എന്തോ അയ്യോ പ്ലീസ്. ഒന്നാ ആനേനെ എത്ര നമ്മൾ കണ്ടാലും ആസ്വദിക്കും, ബോറടിക്കത്തില്ല. പിന്നെ ഒന്ന് ബീച്ചിൽ ഇങ്ങനെ വേവിച്ച് കണ്ടോണ്ട് ദില്ലൂന്ന് പറ.
പിന്നെ വേണമെങ്കിൽ ദില്ലുനെ ഇങ്ങനെ കണ്ടോണ്ടിരിക്കുന്ന കാര്യം ആലോചിച്ചു. ഇത് നോക്കുക, 3 ആനകളെ നമുക്ക് ഇവിടെ കാണാവേ. മോഹൻ, ഞങ്ങൾ പൂളിൽ പോയിട്ട് വരാം. ആനനെ കണ്ടോണ്ടിരുന്നോ കേട്ടാ. സ്പാ ബുക്ക് ചെയ്തിട്ടുണ്ട്. മൈ സ്പെഷ്യൽ ട്രീറ്റ് ഫോർ യു. എല്ലാ ദിവസവും ഇത്രയും 14 വർഷമായിട്ട് കാണുന്നുണ്ട് ഞാൻ. അല്ല, ഇത് 15th ഇയർ ആണോ അതോ 14th ആണോ? 15 വർഷമായി നമ്മള് സെലിബ്രേറ്റ് ചെയ്യണ്ടേ? പിന്നെ എന്താ സ്പെഷ്യൽ? 15 വർഷമായിട്ട് ഞാൻ കണ്ടോണ്ടിരിക്കല്ലേ ഒരു ആനേനെ. ഞാനോ? എന്താ പല വേണ്ട ഒന്നും പറയണ്ട. അപ്പൊ അതെ പ്രിയ ഇത് തന്നെ കണ്ടോണ്ട് ഞങ്ങള് പിന്നെ വീണ്ടും കാണിക്കുന്ന ഞങ്ങളുടെ എക്സൈറ്റ്മെന്റ് കൊണ്ടാണ്, ക്ഷമിക്കുക. അപ്പോ അതെ ആനേനെ കണ്ടോണ്ടിരിക്കുക. ഞാനും വേദും പൂളി പോവാം. അത് കഴിഞ്ഞിട്ട് ഐ ബുക്ക്ഡ് എ സ്പെഷ്യൽ സ്പാ സെക്ഷൻ ഫോർ യു. 1.5 മണിക്കൂർ സ്പാ. ഓ ഓ അവിടെ തന്നെ ഉറങ്ങിപ്പോകും മിക്കവാറും. ഇവിടെ ഫുൾ ഇതുപോലെ ഇൻസെക്ട്സിന്റെ ഒക്കെ സൗണ്ടാണ്. വേദുവിന് ഇതൊന്നും കേട്ട് ശീലമില്ല, അതുകൊണ്ട് വേദുവിന് പേടി ഇടയ്ക്കിടയ്ക്ക് അല്ലേ. എന്ത് രസമുള്ള പൂളാന്ന് നോക്ക്. ആരുമില്ല. അപ്പാൻ വേദൂസ് പ്രൈവറ്റ് പൂൾ. ഡേർട്ടി ഒന്നല്ല, ഫ്ലവേഴ്സാ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുക. ബാ, അപ്പുറത്ത് ഡീപ്പായിരിക്കില്ലടാ. വെള്ളത്തിന് കുറച്ച് തണുപ്പുണ്ട് വൈകുന്നേരം ആകുമ്പോഴേക്കും, പക്ഷെ നല്ല കൂൾ ആൻഡ് റിഫ്രഷിങ് ആണ് വൈകുന്നേരം ആകുമ്പോൾ. വേദുവിന് ഞങ്ങളൊരു വാട്ടർ ഗൺ വാങ്ങിയിട്ടുണ്ട്. അത് ആക്ച്വലി ഞങ്ങൾ നെക്സ്റ്റ് പോകുന്ന രാജ്യത്തിന്റെ ക്ലൂ ആണ്. അപ്പൊ ഒരു വീഡിയോ എടുക്കാം വേദു സ്വിം ചെയ്യുന്നത്. കണ്ണാടിയൊക്കെ വെക്ക്. മൂക്കടച്ച് സ്വിം ചെയ്യാൻ പറ്റില്ല, 2 കൈ. എന്തായാലും ഇരുട്ടായി തുടങ്ങി. പൂള 6 മണി വരെ ഉള്ള. അപ്പൊ നമ്മൾ എന്തായാലും ഒരു 15-20 മിനിറ്റ് സ്വിം ചെയ്തു. വെള്ളം നല്ല തണുപ്പ്. പക്ഷെ എനിക്ക് ആ സൈലൻസ് ആണ് ഇവിടുത്തെ ഇഷ്ടം. വേദുവിന്റെ എന്നെ സൗണ്ട് മാത്രമേ ഉള്ളൂ. 1 2 വാ. ഓക്കെ, 1 2 3. അത് ജമ്പിങ്, സ്വിമ്മിങ് അല്ല. ഇതാണ് വേദുവിന്റെ സ്വിമ്മിങ്. ഞാൻ പിടിക്കണം, വേദു കാലിട്ട് അടിക്കും. ഓക്കെ, അപ്പൊ ഇവിടെ നിക്കാം. 1 ഓക്കെ 1 2 3. ഓക്കെ, ഇവിടെ നിക്കാം. 1 2 3. ഓ ഓക്കെ, കണ്ടോ? കാണിക്കാനാണ്. ഫോൺ താഴെ വീഡിയോ എടുത്തു. അതെ, ഇത് വേദുവാണ് കേട്ടോ വ്ളോഗ് ചെയ്യുന്നത്, ഞാനല്ല. ചിക്കന്റെ ഷേപ്പ് ഒന്നും അല്ല. ആന ഫുഡ് കഴിക്കുന്ന സൗണ്ട് മാത്രം വൈകുന്നേരം ഇവിടെ കേൾക്കുന്നുള്ളേ. ആൻഡ് ഇറ്റ്സ് ജസ്റ്റ് ബ്യൂട്ടിഫുൾ. ലൈറ്റ്സ് ഒക്കെ പോയി തുടങ്ങുമ്പോഴേക്കും ഈ ഡിം ലൈറ്റിങ്ങും ഇറ്റ്സ് ജസ്റ്റ് അമേസിങ്. പക്ഷെ അതിനൊക്കെ കാട്ടിക്ക് നല്ല ഒരു കാര്യം കാണിച്ചു തരാം. ഇവിടെ ഇതുപോലെ വൈകുന്നേരം ടേൺ ഡൗൺ സർവീസ് ഉണ്ട്. സോ അവരിതുപോലെ നമ്മുടെ റൂമൊക്കെ ഒന്നും കൂടെ ക്ലീൻ ചെയ്യും, വെള്ളം റീഫിൽ ചെയ്യും, ചോക്ലേറ്റ് സ്ട്രോബെറിയും തരും. പക്ഷെ ആ ചോക്ലേറ്റ് വരെ എലിഫൻറ്റ് തീം. പ്രിയ പോകുന്നുണ്ട്. പൊതുവേ നമ്മൾ ഈ ബാലി അല്ലാതെ എനിക്കൊന്ന് ഈവൻ തായ്ലൻഡ് പോലും ഇങ്ങനത്തെ വലിയ വലിയ റിസോർട്ട്സിൽ മസാജ് ഭയങ്കര എക്സ്പെൻസീവ് ആയിരിക്കും. പക്ഷേ ബാലിയിൽ ഐ തിങ്ക് സോ ഇറ്റ് ഈസ് ഓക്കെ. ഒരു 2800 റുപ്പീസിൻ്റെ ഒക്കെ ഇങ്ങനത്തെ ഒരു 90 മിനിറ്റ്സ് മസാജൊക്കെ കിട്ടും. അതും നല്ല പ്രോഡക്ട്സ് ഒക്കെ ഉപയോഗിച്ചിട്ടാണ്. സോ ഹലോ, സോ പ്രിയ 1 അവർ അല്ല 90 മിനിറ്റ്സ് മസാജ് എടുക്കുന്നത്. യാ ദിസ് വൺ. ഒരു കാര്യം അറിയോ, മസാജ് ചെയ്യുമ്പോൾ വ്യൂ നോക്ക്. മസാജ് റൂമിൽ നിന്നുള്ള വ്യൂസ് എലിഫന്റ്. അതുപോലെ തന്നെ നമുക്ക് ആഫ്റ്റർ മസാജ് ജക്കൂസി ഉണ്ട്, അതും വേണമെങ്കിൽ എലിഫന്റിനെ കാണാം. നൈസ്. റൂം ഇസ് ഓൾസോ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. ഇതും ആനയുടെ തീം. നമുക്ക് ഇവിടെ പില്ലോ ആന, ഇവിടെ ആന. ഞാൻ എന്തായാലും മസാജ് നിൽക്കുന്നില്ല, അത് 1.5 മണിക്കൂറാണ്. പ്രിയ വന്ന് കറക്റ്റേ പറയാം എങ്ങനെയുണ്ടെന്ന് മസാജ്. ഓക്കെ, ഇവിടെ ഹെയർ വാഷിന്റെ സ്ഥലമുണ്ട്. പക്ഷെ എനിക്ക് ഹൈലൈറ്റ് ആയി തോന്നുന്നത് ഇവിടെ നിന്നുള്ള വ്യൂ ആണ്. അത് തല സൈഡിൽ തിരിഞ്ഞിരിക്കുമ്പോൾ ഉറങ്ങിപ്പോരുത്, അത്രേ ഉള്ളൂ എൻ്റെ ഒരു അപേക്ഷ. ഓക്കെ, സോ പ്രിയ മസാജിന് പോയി. എനിക്കൊന്ന് ഞങ്ങളും ഇവിടെ ഒരു ഗസ്റ്റും 2-3 ഗസ്റ്റേ ഉള്ളൂ കേട്ടോ റൂമിൽ. അപ്പോൾ ഈ സൈഡിലത്തെ റൂം എടുത്താൽ കാര്യമില്ല, ഇവിടുത്തെ തന്നെ എടുക്കണം. ഇവിടെ ഒന്ന് എന്തായാലും സ്പെൻഡ് ചെയ്യുന്നു. സോ ഒരു 4,500 കൂടെ സ്പെൻഡ് ചെയ്ത് എലിഫൻറ്റ് വ്യൂ ഉള്ളത് തന്നെ എടുക്കുക. ഇനി 1.5 മണിക്കൂർ ഞാൻ ഒന്ന് വിശ്രമിക്കട്ടെ. വേദു ആനേനെ കൂടെ കണ്ടുകൊണ്ടിരുന്നുള്ളൂ. പ്രിയ മസാജിന് എനിക്ക് വ്ളോഗ് എടുത്തിയുണ്ട്. സൂപ്പർ ഡൂപ്പറാ.
ഞാൻ പറഞ്ഞില്ലേ നല്ലായിരിക്കും നല്ല റിലാക്സിങ്. ആ മുഖത്താ തിളക്കം. രാത്രിയായിട്ട് വരാ ഫ്രഷ്നെസ് വെക്ക്. ഒന്ന് കഴിച്ച് കിടന്നാ ഉറങ്ങിയോ? ഉറങ്ങും. ആ ബെസ്റ്റ്. പിന്നെ ഉറങ്ങാതെ ഫുൾ ഉറങ്ങിപ്പോയി. ഫുള്ളൊന്നും കുറച്ചു നേരം ഉറങ്ങിപ്പോന്നു. ഉറങ്ങിപ്പോവില്ല. പിന്നെ ഞാൻ കണ്ണും വിളിച്ചിരിക്കുവോ? ആ അതെ എൻജോയ് ചെയ്യണ്ട. കണ്ണിലൊക്കെ വെച്ചു കണ്ണട. ഓ മാസ്ക് ഒക്കെ വെച്ചോ? എന്തോ സാധനം നല്ല പ്രോഡക്ട്സ് ഒക്കെ ആയിരുന്നോ? എന്തോ സഞ്ചി പോലെ സാധനം. അല്ല മേത്തിട്ട ക്രീമും അതൊക്കെ ഓയിലായിരുന്ന ക്രീമായിരുന്നോ? ഓക്കെ നല്ല ഫ്രഷ് ആയി. അല്ല ഇതേ ഇനിയപ്പോ ഒരു ജിഞ്ചർ ടീയും കുക്കിയും കൂടെ കുടിച്ചിട്ട് നേരെ പോയി കുളിച്ചോ. എന്നിട്ട് ആനേനെ കണ്ടോണ്ട് ഡിന്നർ കഴിക്കാം. ഡിന്നർ കഴിക്കാൻ പോണ്ടേ ഗായ്സ്? അങ്ങനെ രാത്രിയായി. നമ്മളിത് റെസ്റ്റോറൻറ്റിലേക്ക് പോവാണ്. അപ്പോൾ ചെറുതായിട്ട് മഴയും പെയ്യുന്നുണ്ട്. അതുകൊണ്ട് ആ ചൂടും ഹ്യൂമിഡിറ്റിയൊക്കെ ഒന്ന് മാറി കിട്ടി. വേറെ ആരും ഇല്ലാന്ന് തോന്നുന്നു കേട്ടാ രാത്രി. ആനയുടെ സൗണ്ട്, ആന കരയുന്ന ആനയുടെ ഒച്ചയൊന്നും കേൾക്കുന്നില്ലല്ലോ. രാത്രി ആരും ഇല്ല കേട്ടോ. ഞങ്ങൾ മാത്രമേ ഉള്ളൂ റെസ്റ്റോറൻറ്റിൽ. ആനേനെയും കാണാൻ പറ്റുന്നില്ല. പക്ഷെ നല്ല കാം ആൻഡ് പീസ്ഫുൾ, നല്ല അതെ ആനേനെ കാണാം. ഇവിടുന്നത് ഒരു ആനേനെ ഇവിടുന്ന് കാണാം. രാത്രി കാട്ടിൽ ആനേനെ കാണുന്ന ഒരു ഫീലിംഗ്. ഫുൾ ഡേ വി ഫെൽറ്റ് ലൈക്ക് സ്റ്റേയിങ് ഇൻ എ 5-star ഹോട്ടൽ കേട്ടോ. അതുപോലെയായിരുന്നു. ഇപ്പോൾ ഈ വ്യൂസും ഈ എക്സ്പീരിയൻസും അല്ലാതെ ജസ്റ്റ് ഈ ഹോട്ടലും സർവീസും കാര്യം. എന്തായാലും ഡിന്നറിന് നമുക്ക് നല്ല മെൽറ്റഡ് ബട്ടർ തന്നിട്ടുണ്ട്. ആൻഡ് നല്ല ക്രസ്റ്റി വോം ബ്രെഡ് കോംപ്ലിമെൻ്ററി സ്റ്റാർട്ടേഴ്സ് ആയിട്ട്. ഒരു 3 ഫുഡ്. ഇത് വേദനൊരു സ്പാഗറ്റി, എനിക്കൊരു വലിയ സാൻഡ്വിച്ച്, പ്രിയയ്ക്കും ഇന്തോനേഷ്യൻ നൂഡിൽസ്, സാറ്റെ ആൻഡ് ബാക്കിയുള്ള എൻ്റെ സാമ്പാലും. എനിക്കത് ഈ പ്രോൺ ക്രാക്കേഴ്സ് കഴിക്കാനാണ് പ്രിയ ഇത് ഓർഡർ ചെയ്തതെന്ന് തോന്നുന്നു. ടേസ്റ്റിയാ ആൻഡ് നല്ല സെറ്റിംഗും. കഴിക്കും വാസ്ത. സോ നമുക്ക് ഫുഡൊന്നും കഴിക്കുന്ന കാണിക്കാൻ പറ്റില്ല കാരണം ഭയങ്കര ഇരുട്ട്. പക്ഷെ ഇവരവിടെ ഒരു ഗോർജിയസ് ചീസ് കേക്കും കൂടെ നമ്മൾ ഡെസേർട്ടായി ഓർഡർ ചെയ്തിട്ടുണ്ട്. എനിക്ക് ഉറപ്പായിരുന്നു പ്രിയ അത് കഴിച്ചാലേന്ന്. സോ ഇതും കൂടെ കഴിച്ച് നമുക്ക് തിരിച്ച് നമ്മുടെ റൂമിലേക്ക് പോവാം. സോ ബാക്ക് ടു ദ റൂം. രാത്രി ഇവിടുന്ന് ഇപ്പം ഞങ്ങൾക്ക് ആനയെ കാണാം, പക്ഷേ ലൈറ്റ് ഇല്ലാത്തത് നിങ്ങൾക്ക് ഫോണിൽ കൂടെ കാണാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും ഹോപ്പ്ഫുള്ളി വിൽ ഹാവ് എ ഗ്രേറ്റ് സ്ലീപ്പ്. ആൻഡ് നാളെ നല്ലൊരു വ്യൂവിൽ കൂടെ നമുക്ക് എഴുന്നേക്കാം. Good morning guys, and look at this view in the morning. അങ്ങനെ നന്നായി ഉറങ്ങി രാവിലെ തന്നെ കടി കാണുന്നത് നമ്മൾ നമ്മുടെ ആനക്കുട്ടികളെയാണ്. എല്ലാവരും ഇവിടെ അടുത്ത് തന്നെ നിൽക്കുന്നുണ്ടല്ലോ. ഇത് ഒരാള്, രണ്ടാമത്തെ ആൾ അവിടെ, മൂന്നാമത്തെ ഡാൻസിങ് ആണല്ലോ ഒരാള്, രണ്ടാമത്തെ ആള് ഡാൻസിങ്, മൂന്നാമത്തെ ആള്, നാലാമത്തെ ആള്. അടിപൊളി. ഓ രാവിലെ എഴുന്നേക്കാൻ തന്നെ എന്തൊരു എനർജിയാന്നറിയോ. അതെ ഇവിടെ ഒരാൾ, ഇവിടെ വേറെ എന്തൊരു തൊട്ടടുത്ത് ഇവിടെ ഒരാളുണ്ട് ഇവിടെ കേട്ടാ. അങ്ങനെ അതെ രാവിലെ തന്നെ നമ്മൾ കണി കാണാൻ എഴുന്നേക്കുന്നത് നമ്മുടെ ആനക്കുട്ടികളെ വെച്ച് തന്നെയാണ്. എന്തൊരു വ്യൂ ആന്ന് നോക്ക് ബാൽക്കണി തന്നെ. ഹാപ്പി എലിഫൻസ് നിന്ന് ഡാൻസ് കളിക്കുന്നു. ഒരാൾ അവിടെ സീരിയസ് ആയി നിൽക്കുന്നു. വേറൊരാള് അപ്പുറത്ത് നടക്കാൻ പോയി. അടിപൊളി. എന്തൊരു വ്യൂ അല്ല രാവിലെ തന്നെ. ബാക്കി എല്ലാവരും ഉറപ്പാന്ന് തോന്നുന്നു കേട്ടോ. ഇവിടെ നിന്ന് ആരുമില്ല, നമ്മൾ തന്നെ ഒറ്റയ്ക്ക് രാവിലെ ബാൽക്കണിയിൽ നിന്ന് വ്യൂ. അപ്പോൾ ഗൈസ് ഞങ്ങളിത് ഇവിടുന്ന് ഇറങ്ങുവാണ് മേസൺ എലിഫന്റ് പാർക്ക് ആൻഡ് ലോഡ്ജ് ബാലിയിൽ. നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു യുണീക്ക് സ്റ്റേജ് ഇഷ്ടമാണെങ്കിൽ ഇൻ റിയലി ഗുഡ് ലക്ഷറി, അൾട്ടിമേറ്റ് ഒന്നും പറയാൻ പറ്റില്ല, പക്ഷേ ഇൻ റിയലി ഗുഡ് ലക്ഷറി ആൻഡ് എസ്പെഷ്യലി കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഐ തിങ്ക് ഇറ്റ്സ് റിയലി ഗുഡ് പ്ലേസ്. 1 നൈറ്റ് മതി, പക്ഷേ ഇറ്റ്സ് റിയലി അമേസിങ്. നല്ല സർവീസ്, നല്ല ഫുഡ്, നല്ല ആംബിയൻസ്. ഇറ്റ്സ് സൈലൻറ്റ് ബട്ട് ഇറ്റ്സ് ലിറ്റിൽ ബിറ്റ് എക്സ്പെൻസീവ്. ഞാൻ പറഞ്ഞ പോലെ ഈ സ്റ്റേക്ക് ഏകദേശം 26,000 റുപ്പീസോളം വരുന്നുണ്ട്. സോ എന്തായാലും നമ്മൾ അടുത്തൊരു അടിപൊളി സ്ഥലത്തേക്ക് പോവാണ്. ഇതും നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നു ഇതുവരെ കണ്ടു കാണാത്ത ഒരു സ്ഥലമായിരിക്കും. വളരെ യൂണീക്കായിരിക്കും. പ്രിയയ്ക്കും ഇതൊന്നും ഒരു ഐഡിയയും ഇല്ല. ഐ ഹോപ്പ് ആ പിക്ചേഴ്സിൽ കണ്ട പോലെ തന്നെ അടിപൊളിയായിരിക്കും ഈ സ്ഥലം. ഇത് ഭയങ്കര ലക്ഷറി ഒന്നല്ല. ഞാൻ പോകുന്ന സ്ഥലത്തിൻ്റെ പ്രൈസ് ഞാൻ ലാസ്റ്റ് പറയാം, അടുത്ത വ്ളോഗിൽ ലാസ്റ്റ് പറയാം. പക്ഷെ വെരി എക്സൈറ്റഡ്. സോ എന്തായാലും നാളെ നമുക്ക് വേറൊരു അടിപൊളി ബാലി വ്ളോഗായിട്ട് കാണാം. അതുവരെ സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി. ബൈ. ഹലോ. രാവിലെ തന്നെ നമ്മളൊന്ന് ഹലോ പറഞ്ഞപ്പോ അവൻ വന്ന് ഹലോ പറയുന്നു. ഇങ്ങോട്ട് അടുത്ത് വന്നിരിക്കുവോ കറങ്ങാൻ. കണ്ടാ
ഹായ് ഹായ് പറയുന്നു. ഞാനുമായിട്ടുള്ള കണക്ഷൻ അത് നിങ്ങൾ പറഞ്ഞാൽ പറയില്ല. ഞാൻ പറയട്ടെ ഉണ്ടല്ലേ ഹായ് അയ്യേ 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 അയ്യേ